അതില്ലേ രാവിലെ തന്നെ നല്ല മഴ കേട്ടോ എണീറ്റപ്പോൾ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കണേ. അപ്പോൾ ഞാൻ അതാ പുട്ടും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. എന്നിട്ട് തേങ്ങ ഉടച്ചു. പുട്ടിന് തേങ്ങ വേണമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായി തിരുമ്മിയെടുത്ത് വെച്ചു. അപ്പോഴേക്കും നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി ക്ലീൻ ചെയ്ത് തക്കാളിയും സബോളയും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ നേരാക്കി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് സബോളയും പച്ചമുളകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ടാ എന്നിട്ട് ഇട്ടിട്ട് ഇത്തിരി നന്നായി ഇളക്കി ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഞാൻ അടച്ചു വെച്ചു. അപ്പോഴേക്കും പുറത്തൊന്ന് നോക്കിയപ്പോൾ മഴ ഒന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായി വഴച്ചെടുത്ത് ചിക്കനൊക്കെ കഴുകിയെടുത്ത് നമ്മളതിൽ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ, സ്മെല്ല് പോണ വരെ. എന്നിട്ട് നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത്തിരി മല്ലിയിലൊക്കെ വിതറിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ പുട്ടുംപാനി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിതാ ആവി വരാൻ തുടങ്ങി കേട്ടോ. അതിൽ നമ്മളിത്തിരി തേങ്ങയും നമ്മുടെ ഇത്തിരി പൊടിയും പിന്നെ ഇത്തിരി തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ പുട്ടിലൊക്കെ ഇട്ട് ഞാൻ നിറച്ചിട്ട് നമ്മുടെ പുട്ടുംപാനിയിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. നല്ല ആവി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടുംപാനിയിൽ വെച്ചിട്ട് അപ്പോഴേക്കും നോക്കുമ്പോൾ ചിക്കൻ കറിക്ക് ഇതാ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഒരു കുറ്റി പുട്ടായി. ഞാൻ കുത്തിയെടുത്ത് ചിക്കൻ കറി അപ്പോഴേക്കും റെഡി ആകുമ്പോഴേക്കും ഞാൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. പഞ്ചസാര ഇട്ട് ചായയിലേക്ക് ഇട്ട് നന്നായി തിളച്ച് ചായ എടുത്തു. നന്നായിട്ട് ചായ ചൂട് കൊടുക്കാൻ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടും ചിക്കൻ കറിയും നമ്മൾ ചായയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ എല്ലാവരും